വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള BCom BBA സെക്കൻഡ് സെമിസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഇത്. സബ്ജക്റ്റ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, മോഡ്യൂൾ 3 ഡെലിവറിംഗ് വാല്യൂ. അതിലത്തെ ഒരു പോർഷനാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് ആണ് ഇന്ന് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. റീറ്റെയിലേഴ്സിൽ ഏതൊക്കെ തരത്തിലാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ വീഡിയോ യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് പറയുന്നതിന് മുന്നേ റീറ്റെയിലേഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോൾ ഒരു പ്രൊഡക്ഷൻ ചെയ്തത് ആരായിരിക്കും? മാനുഫാക്ചർ ടീമേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ ആ പ്രൊഡക്ഷൻ ചെയ്ത അവരുടെ കയ്യിൽ നിന്ന് പ്രൊഡക്ട്സ് നമ്മുടെ വീട്ടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് എത്തിക്കണമെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്ത ടീമിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് വാങ്ങാനുള്ള ചാൻസസ് കുറച്ച് ചാൻസേ ഉള്ളൂ അല്ലേ. നമുക്ക് ഡയറക്റ്റായിട്ട് ഇപ്പോൾ മുംബൈയിലാണ് അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് നമുക്ക് ഓരോ പ്രൊഡക്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് നേരെ മുംബൈയിൽ പോയിട്ട് വാങ്ങാൻ പറ്റില്ലല്ലോ. ആരാണോ പ്രൊഡക്ഷൻ ചെയ്ത് അവരുടെ കയ്യിൽ നമുക്ക് വാങ്ങാൻ പറ്റില്ല അല്ലേ. ചില കേസുകളിൽ ചില പ്രൊഡക്റ്റുകൾക്ക് ഡയറക്റ്റായിട്ട് ഡീലിംഗ് ഉണ്ട്. അതിന് നമ്മൾ നേരത്തെ ഈ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 0 ലെവൽ ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ പറയുന്നത് ഈ പറയുന്ന പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് കൺസ്യൂമേഴ്സിലേക്ക് എത്തുന്നതിനിടയിൽ ആരൊക്കെ ആ സാധനങ്ങൾ വാങ്ങിയിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലേഴ്സ് വാങ്ങും, മൊത്തമായിട്ട് പകുതി ബൾക്കായിട്ട് വാങ്ങും. ആ ഹോൾസെയിലേഴ്സിൻ്റെ നിന്നാണ് ഈ ചെറുകിട കടക്കാരൊക്കെ സാധനങ്ങൾ വാങ്ങുന്നത്, അത് റീറ്റെയിലേഴ്സ്. ആ റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കും നമ്മൾ വാങ്ങുക. ഓക്കെ, അതേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ നമുക്ക് എന്ത് പറയാം? റീറ്റെയിലേഴ്സ് എന്ന് പറയാം അല്ലേ. ഇപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് റോഡ് സൈഡിൽ ആരെങ്കിലുമൊക്കെ സാധനങ്ങൾ, പച്ചക്കറി ആയാലും അതൊക്കെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്, അവരെ എങ്ങനെയായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക? ഹോൾസെയിലേഴ്സിൻ്റെ നിന്നായിരിക്കും കുറച്ച് സാധനങ്ങൾ, കുറച്ച് ബൾക്കായിട്ട് സാധനങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ വന്ന് വിൽക്കുന്നത്, അതിന് ചെറിയ പെട്ടിക്കടകളൊക്കെ വെച്ച് നിൽക്കുന്നവർ അല്ലേ. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ഏത് കൂട്ടത്തിൽ പെടുത്താൻ പറ്റും? റീറ്റെയിലേഴ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ റോഡിൻ്റെ അരികിൽ വിൽക്കുന്ന ആൾക്കാരെയും അതേപോലെ തന്നെ ഷോപ്പ് കീപ്പിൽ അല്ലേ, അതായത് ഷോപ്പിൻ്റെ അകത്തൊക്കെ വിൽക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ആരായിട്ട് പറയാം? ഈ പറയുന്ന റീറ്റെയിലേഴ്സ് എന്ന് പറയാം. കാരണം ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിന് ആ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി എവിടേക്ക് പോകുന്നോ ആ ടീമുകാരൊക്കെ നമുക്ക് ആരായിട്ട് പറയാം? റീറ്റെയിലേഴ്സ് എന്ന് പറയാം. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ പലതരത്തിലുണ്ട് ഈ കസ്റ്റമേഴ്സിലേക്ക് സാധനം എത്തിച്ചു കൊടുക്കുന്നവർ. റീറ്റെയിലേഴ്സിൽ തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. റൈറ്റ്, ദ റീറ്റെയിലേഴ്സ് മേ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു ഇറ്റിനറൻറ്റ് ട്രേഡേഴ്സ് ആൻഡ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സിനെ മെയിനായിട്ട് രണ്ടായിട്ട് തിരിക്കാം, ഇറ്റിനറൻറ്റ് ട്രേഡേഴ്സും ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സും. ഫസ്റ്റ് വൺ, ഇറ്റിനറൻറ്റ് ട്രേഡേഴ്സ്. Itinerant traders are found in all cities, towns and even in villages. ഈ ഇറ്റിനറൻ്റ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ എല്ലാവരുടെയും കാണാൻ പറ്റുന്നതാണ്. അതായത് സിറ്റീസിൽ, ടൗണിൽ, പിന്നെ ഈവൻ നമ്മുടെ വില്ലേജിൽ പോലും ഈ പറയുന്ന ഇറ്റിനറൻ്റ് ട്രേഡേഴ്സ് ഉണ്ട്. ആ പറയുന്ന രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് നമുക്കിത് പറയാൻ പറ്റുന്ന ദാറ്റ് ഈസ് എ മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇവരൊക്കെ ഈ പറയുന്ന കച്ചവടം ചെയ്യുന്നവർ സ്ഥിരം ഒരു പ്ലേസിൽ തന്നെ നിൽക്കണമെന്നില്ല. അവരെന്ത് ചെയ്യും? ഓരോ സ്ഥലം മാറി ചിലപ്പോൾ ഒരാഴ്ച ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ പ്ലേസിൽ വന്നിട്ട് പോയി എന്ത് ചെയ്യാറുണ്ട്? കച്ചവടം ചെയ്യാറുണ്ട്. ചിലപ്പോൾ അവർക്ക് എന്തില്ല അവിടെ, ദർ ഈസ് എ നോട്ട് ഫിക്സഡ് പ്ലേസ് ടു ഡു ബിസിനസ്. അവരുടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോപ്പറായിട്ടോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടോ ഒരു പ്ലേസ് അവർക്ക് ഇല്ല. ഇറ്റ് ഈസ് ലൈക്ക് എ മൊബൈൽ ബിസിനസ് സെൻറ്റർ. ഇത് നമുക്കൊരു മൊബൈൽ ബിസിനസ് സെൻറ്റർ പോലെയാണ്. അതായത് മൂവ് ചെയ്തുകൊണ്ടേ പോലെ മൂവബിൾ ആയിട്ടുള്ള കച്ചവടം നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് ഒരു പ്ലേസ് ഇല്ല. They will come and sell their items and move away from that place. അത് നമ്മൾ സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നത് ഒരു സ്ഥലത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഉന്തുവണ്ടിയിലൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാറില്ല. അത് ഒരു പ്ലേസിലല്ലല്ലോ അവർ ഫിക്സ് ആക്കി വെക്കുന്നത്. അവർ കച്ചവടം ഓരോ വീടുകളിൽ നമുക്ക് വിളിച്ചു കൂകിയിട്ടൊക്കെ അങ്ങനെയല്ലേ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെയുള്ള രീതിയിൽ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി കച്ചവടം ചെയ്യും. അവിടെ കുറച്ച് കുഴപ്പമില്ല, കച്ചവടം ആയാൽ അത് ഓക്കെ, നെക്സ്റ്റ് ദിവസം വേറെ ഏതെങ്കിലും പ്ലേസിലായിരിക്കാം. അങ്ങനെ മൂവബിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടക്കാരെ നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റിനറൻ്റ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ട്രേഡേഴ്സിനെയൊക്കെ അവരൊക്കെ എവിടെ നിന്നായിരിക്കും ഈ സാധനങ്ങളൊക്കെ വാങ്ങുക? ഹോൾസെയിലേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻറ്റുകളിൽ നിന്നായിരിക്കും ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവുക? ഈ സാധനങ്ങളെല്ലാം കുറച്ച് സാധനങ്ങളായിട്ട് അവർ വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് വിൽക്കുന്നത്. മനസ്സിലായോ? സച്ച് ട്രേഡേഴ്സ് ആർ ഹാക്കേഴ്സ് ആൻഡ് peddlers, periodic market traders, street traders, cheap jacks, etc.
അതായത് ഇവിടെ നമുക്കിപ്പോൾ സൈക്കിളിൽ കൊണ്ടുപോയിട്ട് സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരാവും, അതല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കുറച്ച് പീരീഡ്, ഇപ്പോൾ തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ടോ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ തിങ്കൾ ബുധൻ വെള്ളി, അല്ലെങ്കിൽ ചൊവ്വ വ്യാഴം ശനി, അത് ഏതെങ്കിലുമൊക്കെ ദിവസം ഒരേപോലെ വേണമെന്നില്ല, ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ പീരിയോഡിക് ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, സാധനങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് വിൽക്കുന്നുണ്ടാവുക, അങ്ങനെയുള്ള രീതിയിലാവും. അതില്ലെങ്കിൽ നമുക്കറിയാം തെരുവിലൊക്കെ സ്ട്രീറ്റ് ട്രേഡേഴ്സ്, മറ്റേ എന്താ പറയുക, സ്ട്രീറ്റിലൊക്കെ സൈഡിൽ കുറേ ചെറിയ കടകളിൽ കുറേ സാധനങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരായിരിക്കും. പിന്നെ അതേപോലെ വില കുറഞ്ഞ സാധനങ്ങളിലേക്ക് വാങ്ങിയിട്ട് അവർ അതിലേറെ വിലയ്ക്ക് ചിലപ്പോൾ സെക്കൻഡ് ഹാൻഡോ അല്ലെങ്കിൽ അത്രത്തോളം വില കുറഞ്ഞിട്ടുള്ള സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് ഏതിൽ പറയാം, ഇറ്റിനറൻറ്റ് ട്രേഡേഴ്സ് എന്ന് പറയാം. റൈറ്റ്. അപ്പോൾ നമുക്ക് അതിൽ ഏതൊക്കെ ആൾക്കാരാണ് എന്നുള്ളത് കുറച്ചും കൂടി നമ്മളിപ്പോൾ പറയുന്നുണ്ട്. സച്ച് ട്രേഡേഴ്സ് ആർന്നുകൊണ്ട് നമ്മൾ കുറേ പറഞ്ഞില്ല, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. റൈറ്റ്. Hawkers and peddlers. They deal in light and cheap consumer goods of regular use. They move from place to place carrying products. They deal in vegetables, fruits, toys, bangles, ice cream, ready-made garments, etc. Hawkers carry their products on wheeled carts or bicycles, but peddlers carry products on their own heads or back in baskets or shoulder bags. ഇവിടെ ഈ പറയുന്ന ഹാക്കേഴ്സും പെഡ്ലേഴ്സും എന്ന് പറയുന്നത് ചീപ്പായിട്ടുള്ള വില കുറഞ്ഞ കുറേ കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടാവും. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടാവും അല്ലേ. അവരെന്ത് ചെയ്യുന്നത്, അങ്ങനെയുള്ള സാധനങ്ങൾ ഇവരെന്ത് ചെയ്യും, ഒരു പ്ലേസിൽ നിന്ന് വേറെ പ്ലേസിലേക്ക് ക്യാരി ചെയ്തുകൊണ്ടേ ഇവർ സാധനങ്ങൾ വിറ്റിട്ട് പോവുക. അപ്പോൾ സൈക്കിളിലാണെങ്കിൽ സൈക്കിളിൻ്റെ ബാക്കിൽ ഒരു ബോക്സോ കാര്യങ്ങളിലകത്തുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നു, എന്നിട്ട് ഇവർ വഴിനീളെ ഈ പറഞ്ഞ കച്ചവടം ചെയ്തുകൊണ്ടേ പോകുന്നു. ഓക്കെ. പിന്നെ അത് വെജിറ്റബിൾസും അങ്ങനെയൊക്കെ അല്ലേ, ഫ്രൂട്ട്സ് ആയാലും ടോയ്സ്, ബാങ്കിൾസ്, ഐസ്ക്രീം, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് എക്സെട്ര, അത് ഇങ്ങനത്തെ സാധനങ്ങൾ ചെറിയ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും മോസ്റ്റ്ലി ഇങ്ങനെയുള്ള ഓരോ ഇതിലേക്ക് സാധനങ്ങൾ എന്താ പറയുക, സൈക്കിളിലായാലും വേറെ നടന്നിട്ടാണെങ്കിലും ഈ പറയുന്ന രീതിയിലേക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്ന റീറ്റെയിലേഴ്സിൽ, ഇറ്റിനറൻറ്റ് ട്രേഡേഴ്സിൽ ഹാക്കേഴ്സും പെഡ്ലേഴ്സാണ്. ഓക്കെ. അതായത് ഇവർ പറയുന്ന ഹാക്കേഴ്സിൽ കയറി അവർ പ്രൊഡക്റ്റ് എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ വീലുള്ളത്, ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ഓട്ടോയോ ടെമ്പോയോ ചെറിയ കുട്ടി വണ്ടികളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ബാക്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ, ഇപ്പോൾ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് അല്ലെങ്കിൽ അവർ ബൈക്കിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോകുന്നുണ്ടാവും, ഓരോ പെട്ടി ഓട്ടോയിലൊക്കെ അയച്ചിട്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ, അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ അവർ വിളിച്ചു പറഞ്ഞു പോവുകയോ അതല്ലെങ്കിൽ അവർ ഈ പറയുന്ന മൈക്കില്ലെങ്കിലും ഓൾറെഡി അവർ ഓൺ സൗണ്ടിൽ തന്നെ അവർ വിളിച്ചു പറയാറുണ്ട്, ഇന്ന സാധനങ്ങളാണ് പോകുന്നത്, നിങ്ങൾക്ക് ഇത്ര വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് പറയാറുണ്ടല്ലോ, ഇത്ര കിലോയ്ക്ക് ഇത്ര സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ് വഴിനീളെ പോയുന്നുണ്ടാവും, അങ്ങനെയുള്ളവരും. ഓക്കെ. പിന്നെ അതല്ലെങ്കിൽ ഈ പറയുന്ന പെഡ്ലേഴ്സ്, അതായത് ബൈസൈക്കിൾ, ഓക്കെ, സൈക്കിളിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും. അവരെങ്ങനെയായിരിക്കും, ഒന്നില്ലെങ്കിൽ അവരുടെ എന്താ പറയുക, ഇവരിപ്പോൾ പറയുന്നത് നമ്മൾ തലയിൽ കയറ്റി കൊണ്ടുപോയിട്ട് നടന്ന സാധനങ്ങളൊക്കെ വിൽക്കില്ലേ, അങ്ങനെയുള്ളവർ. പിന്നെ അതല്ലെങ്കിൽ അവരുടെ സൈക്കിളിൻ്റെ ബാക്കിൽ, വണ്ടിയുടെ ബാക്കിൽ ആ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈ പറഞ്ഞ ബാസ്ക്കറ്റും അല്ലെങ്കിൽ അങ്ങനെ രീതിയിലൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുക. പിന്നെ അതല്ലെങ്കിൽ അവർ ഷോൾഡറിൽ ഈ പറയുന്ന ബാഗിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രൊഡക്ട്സൊക്കെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. അങ്ങനെയുള്ളവരും നമുക്ക് ഏതിലെ പറയുന്ന ഇറ്റിനറൻറ്റ് ട്രേഡേഴ്സിൽ ആരായിട്ട് വരുന്നതെങ്കിലും ഹാക്കേഴ്സും പെഡ്ലേഴ്സും അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ ഇറ്റിനറൻറ്റ് ട്രേഡേഴ്സ് പറഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്, അതായത് സിറ്റീസിലും ടൗൺസിലും ഈവൻ നമ്മുടെ വില്ലേജിലടക്കം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഈ പറയുന്ന ട്രേഡേഴ്സിൻ്റെ ഇതിൽ തന്നെ ഇറ്റിനറൻറ്റ് ട്രേഡേഴ്സിൽ വരുന്നതാണ് ഏത് ഹാക്കേഴ്സും പെഡ്ലേഴ്സും. ഓക്കെ. അപ്പോൾ നമുക്ക് പെഡ്ലേഴ്സ് പറഞ്ഞാൽ തന്നെ അറിയാം, പെഡൽ നമ്മുടെ സൈക്കിൾ ചവിട്ടുന്ന കാലിൻ്റെ ഇതില്ലേ, അപ്പോൾ അങ്ങനെ പോകുന്ന രീതിയിൽ ഓർത്ത് വെക്കുക. ഓക്കെ. അതാണ് നമ്മുടെ ഈ പറയുന്ന ഇറ്റിനറൻറ്റ് ട്രേഡേഴ്സിൻ്റെ ഒന്നാമത്തതിൽ ഹാക്കേഴ്സും പെഡ്ലേഴ്സും. ഇനി അടുത്ത പോയിന്റ് ഏതാ നമുക്ക് നോക്കാം. രണ്ടാമത്തത് ഇറ്റിനറൻറ്റ് ട്രേഡേഴ്സിൽ രണ്ടാമത്തതാണ് പീരിയോഡിക് മാർക്കറ്റ് ട്രേഡേഴ്സ്. ദേ സെൽ ദെയർ ആർട്ടിക്കിൾ ഓൺ ഫിക്സ്ഡ് ഡേയ്സ് ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ് പ്ലേസസ്. These traders sell all kinds of goods including food grains, vegetables, ready-made garments, shoes, stationery, etc. ഇവിടെ പീരിയോഡിക് മാർക്കറ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഫിക്സ്ഡ് ഡേറ്റ് ഉണ്ട്, ഏതെങ്കിലും ഒരു ദിവസം ഉണ്ട്, അവിടെ ആയിരിക്കും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒരു മാർക്കറ്റിൽ പോയിട്ട് വിൽക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ മാർക്കറ്റ് ചന്ത എന്ന് കേട്ടിട്ടില്ലേ, അതായത് നമുക്ക് ചില ഓരോ ഏരിയകളിൽ ഓരോ ദിവസമായിരിക്കും എന്ത് ഉണ്ടാവുക, ചന്ത കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ചില സ്ഥലങ്ങളിലൊക്കെ തിങ്കളാഴ്ച ആയിരിക്കും, ചിലവരുടെ ചൊവ്വാഴ്ച ആയിരിക്കും, ചിലവർ ബുധനാഴ്ച, അങ്ങനെ ഓരോ ദിവസം
ദിവസങ്ങളിൽ ഓരോ സ്ഥലങ്ങളിലായിരിക്കും ഈ പറഞ്ഞ മാർക്കറ്റ് പ്ലേസ്. അതേപോലെ ഇവരും എന്ത് ചെയ്യണത്, ഇന്ന ഏരിയയിൽ നിന്ന് ഏതെങ്കിലും ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ദിവസം ഒരു ഫിക്സ്ഡ് ഡേയിൽ അവരത് ഫിക്സ് ചെയ്തിരുന്നു. എന്നിട്ട് ആ പ്ലേസിൽ എല്ലാ സാധനങ്ങളും ഒരു ദിവസം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ പറഞ്ഞ സാധനങ്ങൾ എന്താ, ചിലപ്പോൾ ഫുഡ് ഐറ്റംസ് ഉണ്ടാവും, പിന്നെ അത് വെജിറ്റബിൾസ് ആയിരിക്കും, ചിലപ്പോൾ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ആയിരിക്കും, ഷൂസ് ആയിരിക്കാം, സ്റ്റേഷനറീസ് ആയിരിക്കാം, അങ്ങനത്തെ പല ചെറിയ ചെറിയ നമുക്ക് യൂസ് ചെയ്യുന്ന കൺസ്യൂമർ ഗുഡ്സ് എല്ലാം തന്നെ ഇവർ എന്ത് ചെയ്യുന്നുണ്ടാവും, വിൽക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്, പീരിയോഡിക് മാർക്കറ്റ് ട്രേഡേഴ്സ് ആണ്. ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് ഡേയ്സിലായിരിക്കും അവരവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുക, കച്ചവടം ചെയ്യുന്നുണ്ടാവുക ഡിഫറെൻറ്റ് മാർക്കറ്റ് പ്ലേസുകളിൽ. ഓക്കെ, ചിലപ്പോൾ ഒരാൾ തിങ്കളാഴ്ച ഒരു പ്ലേസിൽ, ചൊവ്വാഴ്ച അവർ വേറെ പ്ലേസിലായിരിക്കാം, ബുധനാഴ്ച വേറെ പ്ലേസിലായിരിക്കും. അല്ലാതെ തിങ്കൾ മുതൽ വെള്ളി വരെ അല്ലെങ്കിൽ തിങ്കൾ മുതൽ ശനി വരെയും അല്ലെങ്കിൽ ഞായർ മുതൽ ശനി വരെ ഫുള്ളായിട്ട് ഒരു പ്ലേസിലല്ല. ഓരോ ദിവസം അവർ മാറ്റി 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 സ്ഥലങ്ങൾ കൊണ്ടുപോകും. അല്ലെങ്കിൽ 2 ദിവസം ഒരു സ്ഥലം, അങ്ങനെ പീരിയോഡിക് എന്താ പറയുക, പീരിയോഡിക് ഡേയിൽ ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുക, കച്ചവടം ചെയ്യുക. റെഡി, മനസ്സിലായോ? അതായത് അവർക്ക് എങ്ങനെ പോയാലും ഈ ഇറ്റിനറൻറ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ദർ ഹാവ് നോ എന്തില്ല, ഫിക്സ്ഡ് പ്ലേസ് ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവർക്ക് ഇവിടെ ഫിക്സ്ഡ് പ്ലേസ് ഉണ്ടെന്നാണോ പറയുന്നതല്ല. അതായത് ഒരു പീരിയോഡിക് മാർക്കറ്റ് ട്രേഡേഴ്സ് ആണ്. അതായത് ഏതെങ്കിലും 1-2 ദിവസം, കുറച്ച് ദിവസം ഒരു പ്ലേസിൽ, വേറൊരു ദിവസം വേറെ പ്ലേസിൽ, അല്ലാതെ സ്ഥിരമായിട്ട് ഒരു പ്ലേസിൽ ഇല്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് സ്ട്രീറ്റ് ട്രേഡേഴ്സ്. തെരുവോരങ്ങളിലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെക്കുന്നവരാണ്. ദീസ് ട്രേഡേഴ്സ് ഡിസ്പ്ലേ ദെയർ ആർട്ടിക്കിൾ ഓൺ ബിസി സ്ട്രീറ്റ്സ് ഓർ കോർണേഴ്സ്, ബസ് സ്റ്റാൻഡ്സ്, പേവ്മെൻറ്റ്സ് etc. They sell goods like books, pen, ready-made garments, magazines, handkerchief and other goods of daily use. ഇവിടെ സ്ട്രീറ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവുകളിലൊക്കെ, അപ്പോൾ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ ആ സൈഡിലൊക്കെ കുറേ ചെറിയ കടകളുണ്ടല്ലോ, അതിൽ കുറേ സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ, സ്റ്റേഷനറിയിൽ ഐറ്റംസുള്ള പെന്ന്, ബോക്സ്, ബുക്സ്, പിന്നെ കർച്ചീഫ്, മാഗസീൻസ്, ന്യൂസ് പേപ്പേഴ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. ഓക്കെ, അത് ഒന്നില്ലെങ്കിൽ നല്ല തിരക്കുള്ള തെരുവുകളിൽ, അല്ലെങ്കിൽ അതിൻ്റെ കോർണറിൽ, ബസ് സ്റ്റാൻഡിൽ, പേയ്മെൻറ്റ്സ്. ഓക്കെ, പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നടപ്പാതകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചില നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമയത്ത് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കില്ല, റോഡ് സൈഡിലൊക്കെ ചെറിയ കടകൾ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ നമുക്ക് ഏത് പറയാം, ഈ പറയുന്ന സ്ട്രീറ്റ് ട്രേഡേഴ്സ് എന്ന് പറയാം. റെഡി. Next is cheap jacks. These traders do not stick to a particular place of business. They usually hire small shops at centrally located in residential areas. They deal in cheap consumer items like fruits, vegetables, etc. ഇവിടെ ഈ ചീപ്പ് ജാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുകിട ആൾക്കാരില്ല, ചില്ലറ വിൽപ്പനക്കാരെന്നൊക്കെ പറയില്ലേ, അതായത് വില കുറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വിൽക്കുക. അത് പക്ഷേ അവർക്ക് സ്ഥിരം ഒരു പ്ലേസ് അല്ല, പക്ഷെ അത് സീസൺ ബേസിൽ വേണമെങ്കിൽ ആവാം. ഇപ്പോൾ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ഒക്കെ സീസൺ ബേസിലാവുമ്പോൾ അവർ ഏതെങ്കിലും ഒരു ചെറിയൊരു ഏരിയാസ് അവർ നോക്കിയിട്ട് ആ പ്ലേസിൽ കുറച്ച് മാസം അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് പീരീഡ് മാത്രം അവരവിടെ സെയിൽ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ സീസൺ ഓരോ ഏരിയയിൽ കഴിഞ്ഞ് അവർ അടുത്ത സ്ഥലത്തിലേക്ക് വേറെ കുറച്ച് പ്ലേസ് നോക്കിയിട്ട് അവിടെ ഏതെങ്കിലും വേറെ കടകൾ ഇതേപോലെ അവരെന്ത് ചെയ്യും, വ്യാപാരം നടത്തും. അങ്ങനെ ആയിരിക്കും. പക്ഷേ എങ്കിലും തന്നെയാണ് ഈ പറഞ്ഞ കൺസ്യൂമേഴ്സ് ഐറ്റംസ് തന്നെയായിരിക്കും വില കുറഞ്ഞ സാധനങ്ങളൊക്കെ. ഇപ്പം നമുക്കിപ്പോൾ ഓറഞ്ച് സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾ പോകുന്ന ഏതെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ചില ആൾക്കാർ ഈ ഓറഞ്ച് സീസണും ആപ്പിൾ സീസണൊക്കെ ആവുന്ന സമയത്ത് അവിടെ മാത്രം അവർ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അവരുടെ ആ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ സ്ഥലത്തു നിന്ന് മാറിയിട്ടുണ്ടാവും, അവരവിടെ കച്ചവടം ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ അത് അടുത്ത കൊല്ലമായിരിക്കും അതേപോലെ വരിക. അത് അങ്ങനെയൊക്കെ നമ്മൾ പോകുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ആ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ചീപ്പ് ജാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റിനറൻറ്റ് ട്രേഡേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഇറ്റിനറൻറ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്, നമ്മുടെ സിറ്റീസിൽ, ടൗൺസിൽ, അതേപോലെ വില്ലേജുകളിലൊക്കെ ഇതേപോലെ ഉണ്ട്. അതിൽ അങ്ങനത്തെ കച്ചവടക്കാർ എങ്ങനെയൊക്കെ ആയിരിക്കാം, ഹാക്വേഴ്സ്, പെഡ്ലേഴ്സ്, അതേപോലെ പീരിയഡ് മാർക്കറ്റ് ട്രേഡേഴ്സ്, സ്ട്രീറ്റ് ട്രേഡേഴ്സ്, ചീപ്പ് ജാക്സ് ട്രേഡേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഇറ്റിനറൻറ്റ് ട്രേഡേഴ്സിൽ ഉള്ളത്. റൈറ്റ്. നെക്സ്റ്റ് ഈസ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ്. അതായത് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ, ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സിൽ 2 പറഞ്ഞിരുന്നു നമ്മൾ, ഇറ്റിനറൻറ്റ് ട്രേഡേഴ്സും ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സും. അതിൽ ആദ്യം പറഞ്ഞ ഇറ്റിനറൻറ്റ് ട്രേഡേഴ്സിൽ നമ്മളൊരു 4 പോയിന്റ് പറഞ്ഞിരുന്നു. ഇനി അതിലത്തെ മെയിൻ പോയിന്റ് ആയിട്ടുള്ള ഇറ്റിനറൻറ്റ് ട്രേഡേഴ്സും ഫിക്സഡ് ഷോപ്പിലുള്ള ഏതാണ്, ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. Fixed shop retailers have fixed place of business. They maintain permanent shops to sell their goods.
They are situated at residential area or in big cities, towns, etc. ഇവിടെ ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയർ ബൈ നമ്മുടെ വീടുകളുടെ അടുത്തും അല്ലേ കുറേ ആൾക്കാർക്ക് താമസിക്കുന്നതിനടുത്തൊക്കെ അവർക്ക് ഫിക്സഡ് ആയിട്ട് ഒരു ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പിൻ്റെ അകത്തായിരിക്കും ഇവർ ഇവിടെ കച്ചവടം നടത്തുക. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നമ്മൾ ആ കടയ്ക്കകത്ത് കയറണം. അല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റോഡ് സൈഡിലോ സ്ട്രീറ്റിലോ അല്ലെങ്കിൽ പേയ്മെൻറ്റ്സിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ അങ്ങനെയുള്ള ഏരിയസിലൊന്നും അല്ല. ഇവിടെ എന്തുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഒരു ഷോപ്പ് ഉണ്ട്. ഓക്കെ, അതായത് ഫിക്സ്ഡ് പ്ലേസ് ഉണ്ട് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ സാധനങ്ങളൊക്കെ വിൽക്കുന്നത് ആ ചെറുകിട ചെറിയ ചെറിയ കടകളിലാണ്. അത് മെയിനായിട്ടും ഇപ്പം ഇങ്ങനെ റെസിഡൻസ് ഏരിയ കുറേ ആൾക്കാരൊക്കെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലും അല്ലെങ്കിൽ നമുക്ക് സിറ്റീസിലൊക്കെ ഏറ്റവും കൂടുതൽ ബിഗ് സിറ്റീസ് ടൗൺസിൽ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ വില്ലേജുകളിലൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ കടകളൊക്കെ ഉണ്ടാവും, റെയർ ആണ്. പക്ഷേ കമ്പയർ ടു സിറ്റീസ് ടൗൺസ് വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളതിനാണ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്ന് പറയാം. ഓക്കെ, ആ ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിൽ തന്നെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ഇറ്റിനറൻ്റ് റീറ്റെയിലേഴ്സിൻ്റെ കീഴിൽ കുറേ എണ്ണം 4 എണ്ണം പഠിച്ചില്ല. അതേപോലെ ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിനും കീഴിൽ കുറേ ടൈപ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ്, രണ്ടാമത്തത് ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ്. ഏതൊക്കെയാണ്? സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സും ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സും. ഇനി ആ സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സിലും കീഴിലും എത്രയുണ്ടെന്ന് അറിയാം, കുറേ പോയിൻറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് നമുക്കിനി 1 by 1 ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ്. The small scale retailers deal in a limited line of goods and locate their shops in residential localities. These include general stores, single line stores, specialty shops, street shops, second hand goods shops and second shops. ഇവിടെ സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊക്കെ നമുക്ക് കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്ന റെഗുലർ യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. ആ പറയുന്ന പ്രൊഡക്ട്സ് എല്ലാം ചെറിയ ചെറിയ കടകളിലൊക്കെ ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഒന്നില്ലെങ്കിൽ ആ ഒരു സിംഗിൾ ലൈൻ സ്റ്റോഴ്സ് ആയിരിക്കും, ഒരൊറ്റ സിംഗിൾ ലൈൻ സ്റ്റോഴ്സിൽ കച്ചവടം ചെയ്തത്, അല്ലെങ്കിൽ ജനറൽ സ്റ്റോഴ്സ് ആയിരിക്കും. അതായത് ആ ഒരു കടൻ്റെ അകത്ത് തന്നെ കുറേ ഐറ്റം പലചരക്ക് സാധനങ്ങളിൽ ഇപ്പോൾ ചെറിയ ചെറിയ ഐറ്റംസ് മുതൽ പിന്നെ ഈ പറഞ്ഞ സ്റ്റേഷനറി ഐറ്റം കൂടി ചിലപ്പോൾ വന്നേക്കാം. പക്ഷേ ചെറിയ കടകൾ തന്നെ ആയിരിക്കും. പിന്നെ അതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പച്ചക്കറി മാത്രമാണെങ്കിൽ അവിടെ ആ പച്ചക്കറി മാത്രം. ചില കടകളിൽ കണ്ടിട്ടുണ്ടാകും പലചരക്കും ഉണ്ടാവും, ഫ്രണ്ടിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, പച്ചക്കറിയും കൂടി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു രീതിയിലുണ്ടാവും. ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരൊറ്റ സിംഗിൾ ലൈൻ ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ ഒന്നുണ്ടെങ്കിൽ സ്പെഷ്യാലിറ്റി ഷോപ്സ് ആയിരിക്കും. അതായത് എന്തിനാണോ സ്പെഷ്യൽ ഗാർമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ തുണികൾ മാത്രം കച്ചവടം ചെയ്യുന്ന സ്ഥലമായിരിക്കാം. ഓക്കെ, പിന്നെ അതിൽ പറഞ്ഞ അതൊക്കെ എവിടെയൊക്കെ ആയിരിക്കാം, സ്ട്രീറ്റ് ഷോപ്സിൽ, സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്സ്, അതേപോലെ തന്നെ സെക്കൻഡ് ഷോപ്സ്. ഓക്കെ, ഇനി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതൊക്കെ എക്സാമ്പിളാണ് പറയുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 1 by 1 ആയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ഈ പറയുന്ന സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളും കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കാം. അതിൽ ഫസ്റ്റ് വൺ ജനറൽ സ്റ്റോഴ്സ്. These stores deal in general items of goods required by local customers. They have a large variety in each line of goods like a stationery, soft drinks, groceries, etc. Most of the consumers' products are available at one shop. Hence, consumers can save time and effort in shopping. General stores offer credit facilities and other service to its regular customers. Limited choices to the customers is the major drawback of general stores. ഇവിടെ ജനറൽ സ്റ്റോഴ്സ് ആണ്, അതായത് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഏരിയ ഉണ്ടാവും, ഫിക്സഡ് ഏരിയയിലായിരിക്കും ആ ഒരു ഷോപ്പ് ഉണ്ടാവുക. ഇവിടെ കുറേ ഐറ്റംസ്, കുറേ ജനറൽ ഐറ്റംസ് എല്ലാം കൂടിയിട്ട് ഒരു കടയിൽ തന്നെ അവരെന്ത് ചെയ്യുന്ന കച്ചവടം ചെയ്യുന്നതായിരിക്കും. കാരണം കസ്റ്റമേഴ്സിന് അപ്പോൾ ഒരു പ്ലേസിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു. സ്റ്റേഷനറി ഐറ്റംസ്, അതിനകത്ത് സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ടാവും, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാവും, ഗ്രോസറീസ് ഐറ്റംസ് ഉണ്ടാവും. അങ്ങനെ പല ഐറ്റംസ് അവർക്ക് ഒരു കസ്റ്റമറിന് അവിടെ അകത്ത് പോയി കഴിഞ്ഞാൽ ആ കടക്കകത്ത് പോയാൽ അവർക്ക് വേണ്ട ആവശ്യങ്ങളുള്ള സാധനങ്ങളൊക്കെ ഒരൊറ്റ കടയിൽ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെയുള്ള ഷോപ്പിന് നമുക്ക് ഏത് പറയാം, ജനറൽ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഈ ജനറൽ സ്റ്റോഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ സമയം ലാഭിക്കാം, പെട്ടെന്ന് എഫിഷ്യൻ്റായിട്ട് വേഗം നമുക്ക് സാധനങ്ങൾ എടുക്കാനും സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഓരോ സാധനങ്ങൾ ഓരോ കടകളിലേക്ക് ആയിരിക്കില്ലേ പോയി വാങ്ങണം, അപ്പോൾ അത്രയും സമയം പോകില്ല. ഇതാകുമ്പോൾ നമുക്ക് കൺസ്യൂമേഴ്സിന് എന്തുണ്ട്, കുറച്ച് സമയം ലാഭിക്കാൻ സാധിക്കും. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു കാര്യം അഡ്വാൻറ്റേജസ് ആണ്, സമയം ലാഭിക്കാൻ പറ്റും. അതേപോലെ തന്നെ റെഗുലർ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്നറിയോ എന്തെങ്കിലും ഒരു ഓഫേഴ്സോ അല്ലെങ്കിൽ ക്രെഡിറ്റിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, സാധനങ്ങളൊക്കെ നമുക്ക് തരും. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 500 രൂപ വെച്ച് നമ്മൾ സാധനം കടയിൽ വാങ്ങാൻ പോയിട്ട് സാധനങ്ങളൊക്കെ കടയിൽ വാങ്ങാൻ പോയിട്ടിട്ട് നമ്മൾ ഈ സാധനങ്ങൾ ഓരോ ഐറ്റംസ് എടുത്ത് വരുമ്പോൾ ഒരു 600 രൂപ ആയിന്ന് കരുതും, നമ്മുടെ കയ്യിൽ 500 രൂപയേ ഉള്ളൂ. നമ്മളപ്പോൾ എന്ത് പറയും, എൻ്റെ കയ്യിൽ 500 ഉള്ളൂ, വേണമെങ്കിൽ നിങ്ങൾ ഈ സാധനങ്ങൾ മാറ്റിക്കോ എന്ന് പറഞ്ഞാൽ അവർ വേണ്ട നിങ്ങൾ എടുത്തോളൂ, നാളെ ഇനി വരുമ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ തന്നാൽ മതി പറയും.
ആ രീതിയിലൊക്കെ അവരെന്ത് ചെയ്യാറുണ്ട്, നമുക്ക് അറിയുന്ന കസ്റ്റമേഴ്സൊക്കെ ആകുന്ന സമയത്ത്, അല്ലാത്ത കുറച്ച് നമുക്കറിയാം ഒരു ഫെമിലിയർ ആയിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, അവരവരെ ക്രെഡിറ്റിന് നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുതരാറുണ്ട്. അതേപോലെ ഇനിയിപ്പോൾ ബൾക്കായിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ പറഞ്ഞ അവർ ക്രെഡിറ്റിനാണെങ്കിൽ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, എത്തിക്കും, പിന്നീട് നമ്മൾ കൊടുത്താലും മതി. അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. പക്ഷേ ആകെ ഒരു ഡ്രോബാക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റഡ് ചോയ്സേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് ഇപ്പോൾ സോപ്പൊക്കെ ആണെങ്കിൽ ചില കടകളിൽ ചില സോപ്പുകളൊന്നും അവർ അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ നമ്മൾ ഈ പറയുന്ന ജനറൽ സ്റ്റോഴ്സിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സോപ്പ് വേണമെന്നില്ല. അതേപോലെ വേറെ ഏത് ഐറ്റം ആയാലും നമ്മൾ ചിലപ്പോൾ ബൈ ചാൻസ് കിട്ടും. പക്ഷേ എങ്കിലും എല്ലാ ഐറ്റം കൂടി നോക്കിയിട്ട് നമുക്കതൊന്ന് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു 5-6 ഉണ്ടാവും, അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ചോയ്സസ് എന്താണ് അവിടെ കുറവാണ്. അതൊരു ഡ്രോബാക്സ് ആണ് ഇതിൽ ജനറൽ സ്റ്റോഴ്സിൽ. റെഡി. The next is single line stores. These stores specialize in particular line of products like ready-made garments, medicines, electronic goods, books, etc. Usually they deal in different styles, qualities, size and design of the same product. ഇവിടെ സിംഗിൾ ലൈൻ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് സ്പെഷ്യലൈസ് ചെയ്തിട്ടായിരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ റെഡിമെയ്ഡ് സെക്ഷൻസ് ആണെങ്കിൽ അവർ അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത് റെഡിമെയ്ഡാണ്. അപ്പോൾ ആ ഷോപ്പിൽ അത് മാത്രമായിരിക്കും. ചിലതിൽ മെഡിസിൻസ് ആണെങ്കിൽ അവർ ചെയ്യുന്നത് മെഡിക്കൽ ഷോപ്പ്സ് ആ മെഡിസിൻസ് മാത്രം സെയിൽസ് ചെയ്യുന്നു. ഇലക്ട്രോണിക് ഗുഡ്സ് ആണെങ്കിൽ ആ ഇലക്ട്രോണിക് ഗുഡ്സ്, ബുക്സ് ആണെങ്കിൽ ബുക്സ്, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടുള്ളത് മാത്രം വിൽക്കുക. അതല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ സ്റ്റോഴ്സിലാണെങ്കിൽ എന്താണ്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, മെയിൻലി സെയിൽ ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഏതെങ്കിലും ഒരേ പ്രൊഡക്റ്റ് ആയിരിക്കും, പക്ഷേ നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും ഇവിടെ, ഡിഫറെൻറ്റ് ക്വാളിറ്റീസുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും ഇവിടെ അവൈലബിൾ ആവുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് സാധാരണ ഡ്രസ്സ് എന്ന് പറഞ്ഞതിന് സെയിം പ്രൊഡക്റ്റ് ആയിരിക്കും. ഇപ്പോൾ പാൻറ്റ്, ഷർട്ട് അല്ലെങ്കിൽ കുർത്ത, ചുരിദാർ എന്ന് പറയുന്നത് ഡ്രസ്സിൻ്റെ പേരും ഐറ്റംസൊക്കെ ഒന്നായിരിക്കും. പക്ഷേ അതിൽ തന്നെ ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഉള്ള കാര്യങ്ങളായിരിക്കും അവർ ചെറിയ ചെറിയ കടകളിൽ എന്ത് ചെയ്യുന്നുണ്ടാവുക, സെയിൽ നടത്തുന്നുണ്ടാവുക. റെഡി. അതാണ് ഏത് സിംഗിൾ ലൈൻ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സ്പെഷ്യാലിറ്റി ഷോപ്സ്. ദീസ് ഷോപ്സ് സ്പെഷ്യലൈസ് ഇൻ എ സിംഗിൾ പ്രോഡക്റ്റ് ഓഫ് എ സർട്ടേൺ ലൈൻ. There are kids ready-made shops or stores dealing with children's books or toys. These shops are located at a central places. അത് ഇവിടെ സ്പെഷ്യലൈസ്ഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോപ്പിന് പ്രത്യേകമായിട്ട് തന്നെ നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റ് സെക്ഷനിൽ എന്നൊക്കെ പറയില്ല, ആ ഒരു ഏരിയാസ് മാത്രം നമ്മൾ അതിന് വേണ്ടി കൊടുക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ വരെ പറയുന്നത്, ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെഡിമെയ്ഡ് ഷോപ്സ് ആണെങ്കിൽ അവിടെ ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്, റെഡിമെയ്ഡ് ഷോപ്സിൻ്റെ മാത്രം ഏരിയാസ് ആണ്. ഇനി അതല്ല, കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള ബുക്സും ടോയ്സും അല്ലെങ്കിൽ സ്റ്റോറീസ് ബുക്സും അങ്ങനെയൊക്കെയുള്ള ഏരിയ ആണെങ്കിൽ അത് മാത്രം സെപ്പറേറ്റ് ആയിട്ട്. പക്ഷെ അതൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും, ഏത് സ്ഥലത്തായിരിക്കും അവിടെ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരു സെൻട്രൽ പ്ലേസിലായിരിക്കും ഉണ്ടാവുക. അതല്ലാതെ ആരും വരാത്ത സൈഡിലോ അല്ലെങ്കിൽ അവിടെ ആയിരിക്കില്ല അവരൊരു ഷോപ്പ് ഉണ്ടാവുക, സെൻട്രൽ ആ ഒരു പ്ലേസിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ബസ് സ്റ്റാൻഡിനാണെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ, അല്ലെങ്കിൽ നമുക്ക് സെൻറ്ററായിട്ട് ചില ബസ് സ്റ്റാൻഡൊക്കെ ഇങ്ങനെ സെൻറ്ററിൽ ഈ പറയുന്ന ഷോപ്സും പിന്നെ അതിന് ചുറ്റുമായിരിക്കും എന്താ പറയുക ബസ് സ്റ്റാൻഡിൽ ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്നത് റോഡ് അങ്ങനെയായിരിക്കും. പക്ഷേ എങ്കിലും ആ സെൻറ്റർ ഏരിയയിൽ ഈ പറഞ്ഞ ഷോപ്പുകൾ കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അത് നമ്മുടെ ഏത് സ്പെഷ്യാലിറ്റി ഷോപ്സിൽ പറയുന്നത്. റെഡി. അപ്പോൾ സിംഗിൾ ലൈൻ സ്റ്റോഴ്സും പറഞ്ഞ് ക്ലിയറായി, സ്പെഷ്യാലിറ്റീസ് ഷോപ്സും പറഞ്ഞ് റെഡിയായി ഇല്ലേ. അപ്പോൾ സിംഗിൾ ലൈൻ സ്റ്റോഴ്സിൽ പറയുമ്പോൾ നമ്മളിപ്പോൾ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ആണെങ്കിൽ ആ ഏരിയ ഇത് മാത്രം, മെഡിസിൻ പറഞ്ഞാൽ ആ ഷോപ്പിലെ മെഡിസിൻസ് മാത്രം വിൽക്കുന്നത്, ഇലക്ട്രോണിക് ഗുഡ്സ് ആണെങ്കിൽ ആ ഷോപ്പിൽ ഇലക്ട്രോണിക് ഗുഡ്സ് മാത്രം, ബുക്സ് ആണെങ്കിൽ ബുക്സ് മാത്രം. അങ്ങനെ ഒരു സിംഗിൾ ലൈൻ സ്റ്റോഴ്സിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ, മൊത്തമായിട്ട് ഉണ്ടാവില്ല. സ്പെഷ്യാലിറ്റി ഷോപ്സിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം, അവിടെ നമുക്ക് വലിയ അഡൾട്ട് ആൾക്കാർക്കൊന്നുള്ള ഡ്രസ്സല്ല, ഇവിടെ ആ കടയിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വേർതിരിച്ച് സ്പെഷ്യാലിറ്റി ഷോപ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്സ് ആണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ള ഒരു ഷോപ്പാണ് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മാത്രം, പക്ഷെ അത് ലൊക്കേറ്റ് ചെയ്യുന്നത് മറ്റേ സെൻട്രൽ പ്ലേസിലായിരിക്കും ഉണ്ടാവും. ഈ 2 പോയിന്റും ക്ലിയർ ആയല്ലോ. Then next, street shops. These are located at the streets. They usually display their goods on a table or on a stand or fixing shelf on the wall. Low-priced articles like pen, storybook, magazine, etc. are sold in these stalls. The selection of locality for the stall is important as they are semi-permanent in nature. ദേ ആർ അണ്ടർ ദ ത്രെഡ് ഓഫ് ലോക്കൽ അതോറിറ്റീസ്. ഇവിടെ സ്ട്രീറ്റ് ഷോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവുകളിലൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ഷോപ്സൊക്കെ കുറേ തുടങ്ങുന്നത്. ഓക്കെ,
ഇത് നമുക്ക് അറിയാം തെരുവുകളിലാണ് ഈ പറയുന്ന ഷോപ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ആ ഷോപ്പിൽ ഏതൊക്കെ ഇതിലായിരിക്കും സാധനങ്ങൾ ഉണ്ടാവുക, സാധാരണ നേരത്തെ ഈ പറഞ്ഞ പോലെ കൺസ്യൂമർ ഗുഡ്സ് തന്നെ ആയിരിക്കും സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടാവുക. അവരവിടെ ഒരു ടേബിൾ, അതിൻ്റെ മേലെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കും, അല്ലെങ്കിൽ ആ ടേബിളിൻ്റെ അവിടെ ഒരു ഷെൽഫും കാര്യങ്ങളും ഉണ്ടാവും. ആ ഷെൽഫുകളിൽ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഓരോ ചെറിയ 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 പെട്ടി ഷോപ്പുകളൊക്കെ ഉണ്ടാവില്ല, ഓരോ സ്റ്റാൾ പോലെ ഉണ്ടാവും. ആ സ്റ്റാളിലായിരിക്കും ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ ഷെൽഫിൽ മാഗസിൻസ്, പെൻ, സ്റ്റോറി ബുക്ക്, എല്ലാ കാര്യങ്ങളും, ന്യൂസ് പേപ്പേഴ്സ്, വാട്ടർ ബോട്ടിൽ, അങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഓരോ ഷെൽഫിനനുസരിച്ച് വെക്കത്തില്ലേ, അതേപോലെ. ഓക്കെ. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന ഓരോ സ്റ്റാളായിട്ടായിരിക്കും എന്താ ഉണ്ടാവുക കടകളിൽ, മറ്റേ സ്ട്രീറ്റ് ഷോപ്പിൽ ഉണ്ടാവുക. ദ സെലക്ഷൻ ഓഫ് എ ലൊക്കാലിറ്റി ഫോർ ദ സ്റ്റാൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ആസ് ദേ ആർ സെമി പെർമനൻറ്റ് ഇൻ നേച്ചർ. കാരണം ഇത് സ്ഥിരമായിട്ടായിരിക്കില്ല, അതൊക്കെ അത് പെർമനൻ്റ് ആയിരിക്കില്ല. ഇടയ്ക്ക് കുറച്ച് ചിലപ്പോൾ ഒരു പറയുന്നത് ചിലപ്പോൾ 1 മാസത്തേക്കാവാം, അല്ലെങ്കിൽ 2 മാസത്തേക്കാവാം, അല്ലെങ്കിൽ 6 മാസം, അല്ലെങ്കിൽ 1 കൊല്ലം. അതായത് ഫുൾ പെർമനൻറ്റ് ഒരു ഷോപ്പ് പോലെയല്ല, സ്റ്റാളല്ല, അത് മാറ്റി മാറ്റി ഇരിക്കും. ഒരു എഗ്രിമെൻറ്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ വേറെ ആൾക്കാർ കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറ്റും. ഒരു പെർമനൻ്റ് ആയിട്ടുള്ളതല്ല, എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പെർമനൻറ്റ്, സെമി പെർമനൻറ്റ് ഇൻ നേച്ചർ എന്ന് പറയാം. കാരണം പകുതി വർഷത്തോളം ഇങ്ങനെ ആയിരിക്കാം, പിന്നീട് അവർ മാറ്റും, അങ്ങനെയുള്ളതാണ്. അല്ല ഫിക്സഡ് പ്ലേസിലല്ല, സെമി പെർമനൻ്റ് ആണ്. അതേപോലെ ഇനിയിപ്പോൾ നമുക്ക് ഈ പറഞ്ഞ തെരുവുകളൊക്കെ ഇതേപോലെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ചിലതിലൊക്കെ നമുക്ക് പറയുമ്പോൾ ലോക്കൽ അതോറിറ്റീസുകാരുടെയൊക്കെ അധികാരം, പെർമിഷൻസ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അതാണ് പെർമിഷൻ ഇല്ലാതെ സ്ട്രീറ്റുകളിൽ ഓരോ ഷോപ്പുകളൊക്കെ ഉണ്ടെങ്കിലാണ് ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് അതിലേക്ക് നമ്മളത് എന്താ പറയുക പൊളിച്ച് മാറ്റണം എന്നൊക്കെ പറയാൻ കാരണം എന്താ, ഇങ്ങനെയുള്ളതും അധികാരം, അതായത് അവരുടെ പെർമിഷൻ ഇല്ലാതെ ചില ആൾക്കാർ ഷോപ്പുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് ഈ പറഞ്ഞത് ക്ലോസ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഇപ്പോൾ വരുന്നത്. ഓക്കെ. അപ്പോൾ അതും ഏതാണ്, നമ്മുടെ സ്ട്രീറ്റ് ഷോപ്സ് ആണ് പറയുന്നത്. റെഡി. നെക്സ്റ്റ് ഈസ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഷോപ്സ്. These retailers deal in second-hand goods such as books, furniture, and other household articles. These traders often stock rare objects like old coins, painting, etc. of historical value. Customers who are looking for such items usually pay high prices to procure them. ഇവിടെ സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഹാൻഡ് അല്ല, അതായത് ഫ്രഷ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല വിൽക്കുന്നുണ്ടാവുക, യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ആയിരിക്കും ആ ഷോപ്പുകളിൽ ഉണ്ടാവുക. പക്ഷെ അത് എങ്ങനെയായിരിക്കും, ഒന്നില്ലെങ്കിൽ പഴയ ബുക്കുകൾ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രി ബേസ്ഡ് ബുക്ക്സ് ആക്കണമെങ്കിൽ പറയാറുണ്ട്, നമുക്ക് പഴയ ബുക്കുകൾ ആ സ്റ്റോക്കിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലോ അവിടെയൊക്കെ ഏതെങ്കിലും കടകളുണ്ട്, അവിടെ നിന്നാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങുവാണെങ്കിൽ റേറ്റ് കുറയും. ഇവിടെ നമ്മൾ കടയിൽ പോയിട്ട് 150 രൂപയ്ക്ക് പുതിയ ബുക്ക് വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ പഴയ ബുക്ക് ഓൾഡ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് 80 രൂപയ്ക്ക് 50 രൂപയ്ക്ക് കിട്ടും. ആ ഒരു രീതിയിൽ ബുക്സ് ആവാം, ചിലപ്പോൾ ഫർണിച്ചർ ആവാം, അതല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ്, വേറെ ഏതെങ്കിലുമൊക്കെ നമുക്ക് സാധനങ്ങൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാവാം. ഓക്കെ. പിന്നെ ചില റെയർ കേസുകളുണ്ട്, അതായത് നമുക്ക് പഴയ കോയിൻസോ സ്റ്റാമ്പ്സ് കളക്ഷൻസ്, പെയിൻറ്റിങ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളില്ലേ, അങ്ങനെയൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ എന്താ പറയുക പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ അതിനു വേണ്ടി മാത്രമായിട്ടുള്ള കടകൾ. ഓക്കെ. അതിന് നമ്മൾ പറയുന്നത് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഷോപ്സ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ബുക്സുകളൊക്കെ നമുക്ക് പറയാൻ പറ്റും വില കുറഞ്ഞിട്ടായിരിക്കും കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ചില കോയിൻസും പെയിൻറ്റിങ്സും അങ്ങനെ ഹിസ്റ്റോറിക്കൽ വാല്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ കൂടുതൽ ക്യാഷ് നമ്മൾ കൊടുക്കേണ്ടി വരും. പഴയതാണെങ്കിൽ പോലും ഇപ്പോൾ ഓൾഡ് കോയിൻസ്, പെയിൻറ്റിങ്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ, ഹിസ്റ്റോറിക്കലായിട്ടുള്ള വാല്യൂ ഉള്ള സാധനങ്ങളാണെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് കൂടുതൽ കാശ് പോകും. കൂടുതൽ എമൗണ്ട് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ആ പറയുന്ന സാധനങ്ങൾ, പഴയ സാധനങ്ങൾ നമ്മൾ വാങ്ങുക. ഓക്കെ. അപ്പോൾ അതാണ് ഇത് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഷോപ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഫർണിച്ചറും ബുക്സും കാര്യങ്ങളൊക്കെ ഒന്നും അങ്ങനെയല്ല. ഓക്കെ. അപ്പോൾ അത് ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉള്ളതിന് മാത്രമേ കൂടുതൽ കാശ് കൊടുത്ത് വാങ്ങേണ്ടുള്ളൂ, ബാക്കി എല്ലാത്തിനൊക്കെ നമുക്ക് ലോ റേറ്റ് തന്നെയാണ്. പക്ഷേ ആ കടകളിൽ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ആയിരിക്കും ആ പറയുന്ന ഷോപ്പിൽ ഉണ്ടാവുക. റൈറ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡ് ഷോപ്സ്. ദ ഗുഡ്സ് ഹാവിംഗ് സം മാനുഫാക്ചറിംഗ് ഡിഫെക്ട്സ് ആർ സോൾഡ് ഹിയർ. സച്ച് എ ഗുഡ്സ് cannot be sold along with the goods which are produced according to the required specifications. Such goods are known as second goods. These goods are sold at discounted price. ഇവിടെ സെക്കൻഡ് ഷോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പോൾ ഡാമേജ് ആയിട്ടുള്ള സാധനങ്ങളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ പറഞ്ഞ ഐറ്റംസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക ആ കടകളിൽ സാധനങ്ങൾ വിൽക്കാൻ വെക്കുക. അപ്പോൾ അധികം ഡാമേജും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യുന്നറിയോ, ഡിസ്കൗണ്ടിലേക്കായിരിക്കും എന്ത് ചെയ്യുക ആ പ്രൊഡക്റ്റ് നമുക്ക് തരിക. അല്ലാതെ ഫുൾ നല്ല പക്ക ക്വാളിറ്റി ഉള്ളതായിരിക്കില്ല. നമുക്കറിയാം വില കുറഞ്ഞൊരു സാധനം നമ്മുടെ കൈ കിട്ടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് എന്താണ് അതിന് ക്വാളിറ്റി കുറവായിരിക്കും. ഇപ്പോൾ ചില ഷർട്ട്സ് അല്ലെങ്കിൽ ജീൻസിൻ്റെ പാൻറ്റോ അങ്ങനത്തെ ചില കടകളിലൊക്കെ നമ്മുടെ നിയർ ബൈ അടുത്തുള്ള വീടുകളുടെ നമ്മുടെ അടുത്തൊക്കെ ചില കടകളുണ്ടാവും, ഷോപ്സ് ഉണ്ടാവും. അവിടെ എങ്ങനെയാണ്
ചിലപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് റെഡിമെയ്ഡ് കറക്റ്റ് ബ്രാൻഡഡും എല്ലാം അതായിരിക്കും. ഒരു ഷർട്ടിന് വന്നിട്ട് 1500 രൂപയാണെന്ന് കരുതുക. ആ 1500 രൂപ പക്ഷെ നമ്മുടെ അതേപോലെ ഒരു വ്യത്യാസമില്ല, ബ്രാൻഡ് നെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ അടുത്തുള്ള കടയിൽ ചിലപ്പോൾ ആ സെക്കൻഡ് ഗുഡ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ അവർ എന്താ വിൽക്കുകയെന്നറിയോ, ചിലപ്പോൾ ഇതിനൊരു 400 രൂപ എന്ന് പറയും. നമുക്കതിൽ വേറെ ഒരു വ്യത്യാസം കാണും. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഡിഫക്ട്സും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് എന്താ പറയുക ഡാമേജ്ഡ് ആയിട്ടുള്ള ഡിഫക്ട്സ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും അങ്ങനത്തെ ഉള്ള കടകളിലൊക്കെ സാധനങ്ങൾ വിൽക്കാൻ വെക്കുക. അത് നമുക്ക് ഏത് പറയും, സെക്കൻഡ് ഷോപ്സ് എന്ന് പറയും. പക്ഷെ നമുക്കതൊക്കെ എപ്പോഴും അധികം എങ്ങനെയായിട്ട് തരിക, ഡിസ്കൗണ്ട് പ്രൈസിലായിരിക്കും നമുക്ക് തരിക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്ത് പറയുന്നത് ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിൽ സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സിൽ വരുന്നത്. മനസ്സിലായോ? ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് ആണ്. അതിൽ കീഴിൽ വരുന്നത് സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് ഉണ്ട്. മെയിനായിട്ട് സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് ഉണ്ട്, ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് ഉണ്ട്. അതിൽ സ്മോൾ സ്കെയിൽ റീറ്റെയിൽസിലാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞ പോയിന്റ് പറഞ്ഞതൊക്കെ. ജനറൽ സ്റ്റോഴ്സ്, സിംഗിൾ ലൈൻ സ്റ്റോഴ്സ്, സ്പെഷ്യാലിറ്റി ഷോപ്പ്, സ്ട്രീറ്റ് ഷോപ്സ്, സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്പ്, സെക്കൻഡ് ഷോപ്സ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് മെയിനായിട്ട് പറയുന്നത് ഈ പറയുന്ന ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിൽ ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സും കൂടി ഉണ്ട്. ഇനി അതിലും ശരിക്കും വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഷോപ്പ് അല്ലെങ്കിൽ ചെയിൻ സ്റ്റോഴ്സ്, മെയിൽ ഓർഡർ ഹൗസ് എന്ന് പറയുന്നതുണ്ട്. മെയിൽ ഓർഡർ ഹൗസ് എന്ന് പറയുന്നതും കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഓക്കെ, അതിൽ അഞ്ചാമത്തെ പോയിന്റ് സൂപ്പർ മാർക്കറ്റ്, പിന്നെ ഫ്രാഞ്ചൈസിങ് ഉണ്ട്, ഫ്രാഞ്ചൈസിയിൽ അതുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ പോകുമ്പോഴേക്കും വീഡിയോ ലെങ്ത് കൂടും. അതുകൊണ്ട് ഈ പറയുന്ന ലാർജ് സ്കെയിലിൻ്റെ ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് ഇല്ലേ, അത് നമുക്ക് എന്ത് ചെയ്യാം, ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. റെഡി? നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ പറയുന്ന പോർഷൻ്റെ ബാലൻസ് പോർഷൻസ് നമുക്ക് എടുക്കാം. അപ്പോൾ താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.